നമ്മൾ നേരത്തെ ഗാൽവാനിക് സെൽ പഠിച്ചു, ഒരു സ്വയം നടക്കുന്ന റിയാക്ഷന്റെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സംവിധാനം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ബാറ്ററി അടിസ്ഥാനപരമായി ഇതുതന്നെയാണ്. ഒരു ബാറ്ററി ഉപയോഗപ്രദമാകാൻ കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഭാരം കുറഞ്ഞതും ചെറുതുമായിരിക്കണം. ഏറ്റവും പ്രധാനം, ഉപയോഗിക്കുന്ന സമയത്തുടനീളം അതിന്റെ വോൾട്ടേജ് മാറാതെ സ്ഥിരമായി നിൽക്കണം. ബാറ്ററികൾ പ്രധാനമായും രണ്ട് തരമുണ്ട്. ആദ്യത്തേത് പ്രൈമറി ബാറ്ററി. ഇതിൽ റിയാക്ഷൻ ഒരിക്കൽ മാത്രമേ നടക്കൂ. കുറച്ചു കാലം ഉപയോഗിച്ചാൽ ബാറ്ററി ഡെഡ് ആകും, പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. In a primary battery the reaction occurs only once, after some use it becomes dead and cannot be reused. രണ്ടാമത്തേത് സെക്കൻഡറി ബാറ്ററി. ഇത് ഉപയോഗിച്ചതിനു ശേഷം എതിർ ദിശയിൽ കറണ്ട് കടത്തിവിട്ട് വീണ്ടും ചാർജ് ചെയ്യാം. ഇങ്ങനെ പല തവണ ഡിസ്ചാർജും ചാർജും ചെയ്യാം. A secondary battery can be recharged by passing current in the opposite direction and used through many discharge-charge cycles. ആദ്യത്തെ പ്രൈമറി സെൽ ഡ്രൈ സെല്ലാണ്. ഇതിന് ലെക്ലാൻഷെ സെൽ എന്നും പറയും. നമ്മുടെ ട്രാൻസിസ്റ്ററിലും ക്ലോക്കിലും ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതിന്റെ പുറത്തെ സിങ്ക് കണ്ടെയ്നർ തന്നെയാണ് ആനോഡ്. നടുവിൽ ഒരു കാർബൺ, അതായത് ഗ്രാഫൈറ്റ് വടിയുണ്ട്. അതാണ് കാഥോഡ്. ആ വടിക്ക് ചുറ്റും മാംഗനീസ് ഡയോക്സൈഡും കാർബണും പൊടിച്ച് നിറച്ചിട്ടുണ്ട്. ഇവയ്ക്കിടയിൽ അമോണിയം ക്ലോറൈഡിന്റെയും സിങ്ക് ക്ലോറൈഡിന്റെയും നനഞ്ഞ പേസ്റ്റ് ആണ് ഇലക്ട്രോലൈറ്റ്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് സിങ്ക് 2+ അയോൺ ആകുന്നു. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. മാംഗനീസ് ഡയോക്സൈഡ് അമോണിയം അയോണും ഒരു ഇലക്ട്രോണും സ്വീകരിക്കുന്നു. ഇവിടെ മാംഗനീസ് +4 അവസ്ഥയിൽ നിന്ന് +3 അവസ്ഥയിലേക്ക് റിഡ്യൂസ് ആകുന്നു. ഇവിടെ ഉണ്ടാകുന്ന അമോണിയ സിങ്ക് 2+മായി ചേർന്ന് ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ ഡ്രൈ സെല്ലിന്റെ വോൾട്ടേജ് ഏകദേശം 1.5 വോൾട്ട് ആണ്. അടുത്ത പ്രൈമറി സെൽ മെർക്കുറി സെൽ ആണ്. ഹിയറിംഗ് എയ്ഡ്, വാച്ച് പോലുള്ള കുറഞ്ഞ കറണ്ട് വേണ്ട ഉപകരണങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ആനോഡ് സിങ്കും മെർക്കുറിയും ചേർന്ന അമാൽഗമാണ്. കാഥോഡ് മെർക്കുറി ഓക്സൈഡും കാർബണും ചേർന്ന പേസ്റ്റ്. ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെയും സിങ്ക് ഓക്സൈഡിന്റെയും പേസ്റ്റ്. ആനോഡിൽ സിങ്ക് അമാൽഗം ഹൈഡ്രോക്സൈഡ് മൈനസുമായി ചേർന്ന് സിങ്ക് ഓക്സൈഡും വാട്ടറും 2 ഇലക്ട്രോണും ഉണ്ടാകുന്നു. കാഥോഡിൽ മെർക്കുറി ഓക്സൈഡ് വാട്ടറും 2 ഇലക്ട്രോണും സ്വീകരിച്ച് മെർക്കുറിയും ഹൈഡ്രോക്സൈഡ് മൈനസും ആകുന്നു. മൊത്തം റിയാക്ഷൻ ഇതാണ്. സിങ്ക് അമാൽഗവും മെർക്കുറി ഓക്സൈഡും ചേർന്ന് സിങ്ക് ഓക്സൈഡും മെർക്കുറിയും ആകുന്നു. ഇതിന്റെ വോൾട്ടേജ് ഏകദേശം 1.35 വോൾട്ട്. പ്രത്യേകത ഇതാണ്, ഉപയോഗത്തിലുടനീളം വോൾട്ടേജ് സ്ഥിരമായി നിൽക്കും, കാരണം സൊല്യൂഷനിൽ കൺസെൻട്രേഷൻ മാറുന്ന ഒരു അയോണുമില്ല. ഇനി സെക്കൻഡറി ബാറ്ററികളിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതൊരു ഗാൽവാനിക് സെൽ പോലെ പ്രവർത്തിക്കും. ഇതിന് ഡിസ്ചാർജ് എന്ന് പറയും. ചാർജ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് കറണ്ട് കടത്തിവിട്ട് റിയാക്ഷൻ എതിർ ദിശയിലേക്ക് നടത്തുന്നു, അതായത് ഇലക്ട്രോലിറ്റിക് ദിശ. ഏറ്റവും പ്രധാനപ്പെട്ട സെക്കൻഡറി സെൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. കാറുകളിലും ഇൻവെർട്ടറുകളിലും ഉപയോഗിക്കുന്നത് ഇതാണ്. ആനോഡ് ലെഡ്, കാഥോഡ് ലെഡ് ഡയോക്സൈഡ് നിറച്ച ലെഡ് ഗ്രിഡ്. ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂറിക് ആസിഡ്. ഉപയോഗിക്കുമ്പോൾ ആനോഡിൽ ലെഡും സൾഫേറ്റ് 2- ചേർന്ന് ലെഡ് സൾഫേറ്റും 2 ഇലക്ട്രോണും ഉണ്ടാകുന്നു. കാഥോഡിൽ ലെഡ് ഡയോക്സൈഡ് സൾഫേറ്റ് 2- ഹൈഡ്രജൻ പ്ലസും 2 ഇലക്ട്രോണും സ്വീകരിച്ച് ലെഡ് സൾഫേറ്റും വാട്ടറും ആകുന്നു. ഇവിടെ ഹൈഡ്രജൻ പ്ലസ് വരുന്നത് സൾഫ്യൂറിക് ആസിഡിൽ നിന്നാണ്. 2 ഇലക്ട്രോഡിലെയും റിയാക്ഷൻ ഒന്നിച്ചാൽ മൊത്തം റിയാക്ഷൻ കിട്ടും. ലെഡും ലെഡ് ഡയോക്സൈഡും 2 സൾഫ്യൂറിക് ആസിഡും ചേർന്ന് 2 ലെഡ് സൾഫേറ്റും 2 വാട്ടറും ആകുന്നു. ശ്രദ്ധിക്കുക, 2 ഇലക്ട്രോഡിലും ലെഡ് സൾഫേറ്റ് അടിഞ്ഞുകൂടുന്നു. ഇപ്പോൾ ചാർജ് ചെയ്യാം. പുറത്തുനിന്ന് കറണ്ട് കടത്തിവിട്ടാൽ റിയാക്ഷൻ നേരെ തിരിച്ച് നടക്കും. 2 ഇലക്ട്രോഡിലെയും ലെഡ് സൾഫേറ്റ് വീണ്ടും ലെഡും ലെഡ് ഡയോക്സൈഡും ആയി മാറുന്നു. ഇങ്ങനെ ബാറ്ററി വീണ്ടും ഉപയോഗത്തിന് തയ്യാറാകുന്നു. മറ്റൊരു പ്രധാന സെക്കൻഡറി സെൽ നിക്കൽ കാഡ്മിയം സെല്ലാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും, പക്ഷേ ഉണ്ടാക്കാൻ കൂടുതൽ ചെലവാണ്. ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷനുകളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഡിസ്ചാർജ് സമയത്തെ മൊത്തം റിയാക്ഷൻ ഇതാണ്. കാഡ്മിയവും 2 നിക്കൽ ഹൈഡ്രോക്സൈഡും ചേർന്ന് കാഡ്മിയം ഓക്സൈഡും 2 നിക്കൽ ഹൈഡ്രോക്സൈഡും വാട്ടറും ആകുന്നു. ഒന്ന് ഓർത്തുനോക്കാം, ഒരു ബാറ്ററി അടിസ്ഥാനപരമായി ഒരു ഗാൽവാനിക് സെല്ലാണ്. പ്രൈമറി ബാറ്ററി ഒരിക്കൽ മാത്രം ഉപയോഗിക്കാം. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ഉദാഹരണങ്ങൾ. സെക്കൻഡറി ബാറ്ററി റീചാർജ് ചെയ്യാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും നിക്കൽ കാഡ്മിയം സെല്ലും ഉദാഹരണങ്ങൾ. ചാർജ് ചെയ്യുമ്പോൾ റിയാക്ഷൻ എതിർ ദിശയിൽ നടക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.